പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ടീച്ചർ പുതുതായിട്ടൊരു കാര്യം നിങ്ങളുടെ അടുത്ത് അനൗൺസ് ചെയ്യാണ്. ഞാൻ നമ്മൾ അബാക്കസ് ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനിലും കൂടി ഇനി ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് വഴി ഫ്രീ ആയിട്ട് നമ്മുടെ അബാക്കസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ ലെവലിൻ്റെ ക്ലാസ്സുകളും ഞാൻ വീഡിയോ ക്ലാസ്സുകളായിട്ട് ഇടുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിന് മുന്നായിട്ടൊരു കാര്യം പറയാം. നമ്മൾക്കിത് പഠിക്കണമെങ്കിൽ നമുക്ക് ആ ഉപകരണങ്ങളും മറ്റ് അബാക്കസും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓൺലൈനിൽ ഫ്രീ ആയി പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ അത് ടീച്ചറുടെ അടുത്ത് ഫോൺ വഴി വാട്സാപ്പ് വഴി ചോദിക്കുകയോ അല്ലെങ്കിൽ കമൻ്റായി ചോദിക്കുകയോ ചെയ്താൽ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ അബാക്കസ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് കേട്ടോ. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലുള്ള ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഓൺലൈനിലാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് നേടാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മൾ അബാക്കസ് എന്ന് പറയുന്ന സാധനം. അബാക്കസ് എന്ന് പറയുന്നത് പ്രാചീന കാലത്ത് ജപ്പാനിലേക്കുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു മണിച്ചട്ടം എന്നാണ് കേട്ടോ ഇതിൻ്റെ യഥാർത്ഥത്തിൽ മലയാളത്തിലുള്ള പേര്. അപ്പോൾ ഈ ഒരു സാധനത്തിനകത്ത് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ എല്ലാ കാൽക്കുലേഷൻസും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ദെൻ നമുക്ക് സ്ക്വയർ റൂട്ട്, അതുപോലെ ഡെസിമൽ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന്, അതുപോലെ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ പോളിനോമിയൽസ് വരെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര ഡിജിറ്റ് വരിക, ഏകദേശം 1 കോടിയൊന്നുമല്ല. നമുക്ക് ഇത് എത്ര പ്ലേസ് ഉണ്ടോ, 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore, 100 crore, അങ്ങനെ അങ്ങ് പോവാം. എത്ര വലിയ നമ്പേഴ്സിൻ്റെ കാൽക്കുലേഷൻ വേണമെങ്കിലും നമുക്ക് ഈ അബാക്കസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അബാക്കസിനെ പറ്റി പറയുമ്പോൾ പണ്ട് കാലത്ത് ജപ്പാനിലുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവർ ഇത് ഉപയോഗിച്ചായിരുന്നു കാൽക്കുലേഷൻസ് എല്ലാം കൃഷിയിടത്തിലാണെങ്കിലും കടകളിലാണെങ്കിലും ഒക്കെ കാൽക്കുലേഷൻസ് നടത്തിയിരുന്നത് ഈ ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ്. മണിച്ചിട്ട് അന്ന് ഇത് തടിയിലൊക്കെ ആയിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതൊരു ഫൈബറൊക്കെ ആയി മാറി കേട്ടോ. അപ്പോൾ അവരുടെ അപ്പോൾ ഇന്നും പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ജപ്പാനിലെ കടകളിലൊക്കെ ആൾക്കാർ കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പം നമ്മൾ ഇന്ത്യൻ സംസ്കാരത്തിലാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും കൊച്ചു കുട്ടികളാണെങ്കിൽ ഇപ്പോഴും വേഗം കാൽക്കുലേറ്റർ എടുത്ത് ആഡ് ചെയ്ത് നോക്കും. എഡീഷനൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നേ പോയി. പക്ഷെ അവരൊക്കെ ഇപ്പോഴും ഈ അബാക്കസ് ഉപയോഗിച്ചാണ് അവരുടെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മെമ്മറി കപ്പാസിറ്റി എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവർ കണ്ടെത്തിയ വസ്തു നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ബ്രെയിൻ വളരാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റർ തന്നെ കുത്തി നമ്മൾ ആ ഫോണിനും മറ്റുമൊക്കെ അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അബാക്കസ് പോലുള്ള ഉപകരണങ്ങൾ കുട്ടികളിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കുട്ടികളിൽ ഒരു മെമ്മറി ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഞാൻ പരീക്ഷണങ്ങളിലൂടെ എനിക്ക് മനസ്സിലായതാണ്. ഏകദേശം ഒരു 500-ലധികം കുട്ടികൾ എൻ്റെ അടുത്ത് നിന്ന് അബാക്കസ് പഠിച്ച് ഇന്ന് പല മേഖലകളിൽ വിവിധ സ്ഥലങ്ങളിൽ അവർ ഉയർന്ന നിലവാരം പുറത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ തരുന്ന ക്ലാസ്സിൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടും. അത് നിങ്ങൾ നന്നായിട്ട് കൃത്യമായിട്ട് ഇത് പഠിച്ചെടുത്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ അബാക്കസ് എന്ന ഉപകരണത്തിന് ഈ ഓരോരോ മുത്തുകളുണ്ടല്ലോ, മുത്തിന് നമ്മൾ പറയുന്ന പേരാണ്
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബീഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബാറിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നോക്കുക, നമ്മൾ ഒരു ബീഡ് ഇതായി വൈറ്റ് ഡോട്ടിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ഒരു ബീഡ് ഇതിലേക്ക് ടച്ച് ചെയ്തുവെങ്കിൽ വാല്യൂ എത്രയാണ്? ഇപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ഈ അബാക്കസിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് എത്ര വരും? 1 ആണ്. ഇനി 2 എണ്ണം ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. 2 എണ്ണം ടച്ച് ചെയ്ത വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി ഈ മുകളിലുള്ള നമ്പറെല്ലാം എന്താണെന്നാണ് പറഞ്ഞത്? 5 ആണല്ലോ. അപ്പോൾ ഇപ്പം നിലവിൽ ഈ അബാക്കസിലെ ആകെ മൊത്തം വാല്യൂ 5 ആണ്. ഈ 5ൻ്റെ കൂടെ ഈ 2 എണ്ണോടെ ഞാൻ ചേർത്തു എങ്കിൽ 5, 6, 7 എന്താണ്? 7 ആണ് അതിൻ്റെ വാല്യൂ. ഇനി ഇത് വൺസ് പ്ലേസ് ആണ്, ഇത് ടെൻസ് പ്ലേസ് ആണെന്ന് പറഞ്ഞത്. ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് 100 ഇങ്ങനെ പോവുക. അപ്പോൾ നോക്കുക, ഞാൻ ഇവിടെ ഒരു വാല്യൂ എടുത്തു, ഇവിടെ ഒരു വാല്യൂ എടുത്തു. അപ്പോൾ ഇവിടെ വൺസ് പ്ലേസിൽ ടെൻസ് പ്ലേസിലും 1, വൺസ് പ്ലേസിലും 1 വന്നാൽ ആ നമ്പർ എത്രയാണ്? 11. ഇനി നോക്കുക, ടെൻസ് പ്ലേസിൽ നമ്മൾ 2 എടുത്തു, വൺസ് പ്ലേസിൽ 1 എടുത്തു. അപ്പോൾ ഇത് എത്ര വാല്യൂ? 21 എന്നാണ് ഇതറിയപ്പെടുന്നത്. ദെൻ ഈ നമ്പർ രണ്ടും നമ്മൾ ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. ടെൻസ് പ്ലേസിൽ 5, വൺസ് പ്ലേസിലും 5 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് 55. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത 100 പ്ലേസിൽ 1, 3, 2 എന്നെടുത്തെങ്കിൽ വാല്യൂ എന്താണ്? 100 പ്ലേസിൽ 1, ഇത് ടെൻസ് പ്ലേസിൽ 3, 2. ആൻസർ ഈസ് എന്ത് വരും? 132, 132 ഇപ്പോൾ അബാക്കസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അബാക്കസിൻ്റെ വാല്യൂ എടുക്കാൻ നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്, അതായത് ഇതിൻ്റെ പേന പിടിക്കുന്നത്, അതുപോലെ അബാക്കസ് ഹോൾഡിങ്, പെൻസിൽ ഹോൾഡിങ് ആൻഡ് അബാക്കസ് ഹോൾഡിങ് ഒരു ദിവസത്തെ ക്ലാസ്സാണ്. ഞാനത് വളരെ സാവധാനമായിട്ട് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഉപകരണം നിങ്ങളുടെ കയ്യിൽ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം. നിങ്ങൾ ഒന്നെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള എവിടെയെങ്കിലും സ്ഥാപനങ്ങളിൽ എവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയതിന് ശേഷം എനിക്ക് മെസ്സേജ് ഇട്ട് തന്നാൽ മതി, ഞാൻ ക്ലാസ് പറഞ്ഞു തരാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫുള്ളായിട്ടും വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബീഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ബാറിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ നോക്കുക, നമ്മൾ ഒരു ബീഡ് ഇതായി വൈറ്റ് ഡോട്ടിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ഒരു ബീഡ് ഇതിലേക്ക് ടച്ച് ചെയ്തുവെങ്കിൽ വാല്യൂ എത്രയാണ്? ഇപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ഈ അബാക്കസിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് എത്ര വരും? 1 ആണ്. ഇനി 2 എണ്ണം ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. 2 എണ്ണം ടച്ച് ചെയ്ത വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി ഈ മുകളിലുള്ള നമ്പറെല്ലാം എന്താണെന്നാണ് പറഞ്ഞത്? 5 ആണല്ലോ. അപ്പോൾ ഇപ്പം നിലവിൽ ഈ അബാക്കസിലെ ആകെ മൊത്തം വാല്യൂ 5 ആണ്. ഈ 5ൻ്റെ കൂടെ ഈ 2 എണ്ണോടെ ഞാൻ ചേർത്തു എങ്കിൽ 5, 6, 7 എന്താണ്? 7 ആണ് അതിൻ്റെ വാല്യൂ. ഇനി ഇത് വൺസ് പ്ലേസ് ആണ്, ഇത് ടെൻസ് പ്ലേസ് ആണെന്ന് പറഞ്ഞത്. ഇത് വൺസ്, ഇത് ടെൻസ്, ഇത് 100 ഇങ്ങനെ പോവുക. അപ്പോൾ നോക്കുക, ഞാൻ ഇവിടെ ഒരു വാല്യൂ എടുത്തു, ഇവിടെ ഒരു വാല്യൂ എടുത്തു. അപ്പോൾ ഇവിടെ വൺസ് പ്ലേസിൽ ടെൻസ് പ്ലേസിലും 1, വൺസ് പ്ലേസിലും 1 വന്നാൽ ആ നമ്പർ എത്രയാണ്? 11. ഇനി നോക്കുക, ടെൻസ് പ്ലേസിൽ നമ്മൾ 2 എടുത്തു, വൺസ് പ്ലേസിൽ 1 എടുത്തു. അപ്പോൾ ഇത് എത്ര വാല്യൂ? 21 എന്നാണ് ഇതറിയപ്പെടുന്നത്. ദെൻ ഈ നമ്പർ രണ്ടും നമ്മൾ ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. ടെൻസ് പ്ലേസിൽ 5, വൺസ് പ്ലേസിലും 5 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് 55. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത 100 പ്ലേസിൽ 1, 3, 2 എന്നെടുത്തെങ്കിൽ വാല്യൂ എന്താണ്? 100 പ്ലേസിൽ 1, ഇത് ടെൻസ് പ്ലേസിൽ 3, 2. ആൻസർ ഈസ് എന്ത് വരും? 132, 132 ഇപ്പോൾ അബാക്കസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അബാക്കസിൻ്റെ വാല്യൂ എടുക്കാൻ നിങ്ങളെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്, അതായത് ഇതിൻ്റെ പേന പിടിക്കുന്നത്, അതുപോലെ അബാക്കസ് ഹോൾഡിങ്, പെൻസിൽ ഹോൾഡിങ് ആൻഡ് അബാക്കസ് ഹോൾഡിങ് ഒരു ദിവസത്തെ ക്ലാസ്സാണ്. ഞാനത് വളരെ സാവധാനമായിട്ട് നിങ്ങളെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഈ ഉപകരണം നിങ്ങളുടെ കയ്യിൽ വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിന് എന്തെങ്കിലും ആവശ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം. നിങ്ങൾ ഒന്നെങ്കിൽ അത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള എവിടെയെങ്കിലും സ്ഥാപനങ്ങളിൽ എവിടെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയതിന് ശേഷം
എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി, ഞാൻ ക്ലാസ് പറഞ്ഞു തരാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫുള്ളായിട്ടും വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ.